ഒരു വർഷം മുമ്പ് എൻ്റെ ഫിസിക് ഇങ്ങനെയായിരുന്നു. ഞാൻ ആ ടൈമിൽ ബോക്സിംഗ് പഠിക്കാൻ പോകുമായിരുന്നു. ലൈഫിൽ നല്ല ഫോക്കസ്ഡ് ആയിരുന്നു. കൃത്യമായ ഭക്ഷണം, ഡയറ്റ്, നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ വീട്ടിൽ സ്റ്റക്കാണ്. എനിക്കെങ്ങും പോകാൻ കഴിയില്ല. അതെന്തെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഒരു വർഷത്തോളം ഞാൻ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഞാൻ എൻ്റെ ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് ജോബൊക്കെ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഗസ്റ്റ് 9 അനിയത്തിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ലീവൊക്കെ എടുത്ത് വീട്ടിലേക്ക് എത്തിയതായിരുന്നു. ബർത്ത്ഡേ ആയാൽ നമ്മളെല്ലാവരും പായസമൊക്കെ വെക്കുമല്ലോ. അങ്ങനെ പായസമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അച്ഛനെ കാത്തിരിക്കുകയാണ്. അച്ഛൻ വന്നില്ല. ഒരു ഫോൺ കോളാണ് വന്നത്. അച്ഛൻ ഇങ്ങനെ ആക്സിഡന്റ് ആയി. അപ്പോൾ അച്ഛനും ഫ്രണ്ട്സും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു കാറ് നിയന്ത്രണം വിട്ടുവന്ന് ഇടിക്കുകയായിരുന്നു. ഈ വിവരം കേട്ട ഉടനെ ഞാനും അനിയത്തിയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയി. അതിനുശേഷം എക്സ്റേ കാര്യങ്ങളെല്ലാം എടുത്തു. പെൽവിക് ഏരിയയിൽ ഈ വണ്ടി ഇടിച്ചിട്ട് അവിടെ ഒരു ഫ്രാക്ചർ വന്നിട്ടുണ്ട്. 3 ദിവസത്തിന് ശേഷം അച്ഛൻ അവിടെ പ്ലേറ്റ് ഇടുകയാണ് ചെയ്തത്. ഈ ടൈമിൽ തന്നെ എൻ്റെ അനിയത്തിക്ക് ജോബും സെറ്റായി. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയും കൂടെ ആയപ്പോൾ ഞാൻ തന്നെയാണ് അവളുടെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ അവള് മൈസൂരിലോട്ട് പോയി. ഞാനും അച്ഛനും ഒറ്റയ്ക്കായി. അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചിയിലെ ജോബ് രാജിവെക്കുകയാണ് ചെയ്തത്, അച്ഛനെ നോക്കാൻ വേണ്ടി. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിലാണെങ്കിൽ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. സോ എൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. ഞാൻ തന്നെ കുക്ക് ചെയ്യണം, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം. അതാണ് ഒരു റീസൺ എനിക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ കഴിയാത്തത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഞാൻ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളത്. വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. ഇവിടെ അച്ഛനെ നോക്കേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇത് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വീട്ടിൽ തന്നെ നമുക്കൊരു ജിം പോലെ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. എനിക്കൊരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരാളാണ്. എനിക്ക് ഈ 6 പാക്ക് വരുമോ ഇല്ലയോ പോലും എനിക്ക് അറിയത്തില്ല. യൂട്യൂബിലെയും ഇൻസ്റ്റാഗ്രാമിലെയും ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ട് അതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി വരുമോ ഇല്ലെന്ന് അറിയാമെന്ന് അങ്ങനെ ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ മെയിൻ പ്രൊഫഷൻ ഐ എം എ ഗ്രാഫിക് ഡിസൈനർ ആൻഡ് വീഡിയോ എഡിറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം 100 ഡേയ്സിനകത്ത് എനിക്ക് 6 പാക്ക് വരില്ലോ ഇല്ലയോ എന്ന്.